പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോക ചരിത്രത്തിലെ ചൈനീസ് വിപ്ലവം പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചുറപ്പിച്ചത് റഷ്യൻ വിപ്ലവമായിരുന്നു അല്ലെ. ലോകത്തെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവമായി കണക്കാക്കുന്നത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം നടക്കുന്ന ഏകദേശം അതേ കാലഘട്ടത്താണ് ചൈനീസ് വിപ്ലവം നടക്കുക. പക്ഷേ ചൈനീസ് വിപ്ലവം രണ്ട് കാലഘട്ടത്ത് നടത്തപ്പെട്ടു. ഒന്ന് ചൈനയിലെ ജനകീയ വിപ്ലവവും രണ്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവവും. നമുക്ക് രണ്ടും വിശദമായി തന്നെ പഠിച്ചുറപ്പിക്കാം. ചൈന എന്ന് പറയുന്നത് നമുക്കറിയാലോ, ലോകത്തെ അത്യാവശ്യം വലിയ രാജ്യമാണ് അല്ലെ. ലോകത്തെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. രണ്ടാമത്തെ രാജ്യം കാനഡയും മൂന്നാമത്തെ രാജ്യം ചൈനയുമാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഏഷ്യ വൻകരയിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് കണക്കാക്കുന്നത് ചൈനയെ തന്നെയാണ്. അത്രത്തോളം വിസ്തൃതമാണ് ചൈന. ആദ്യകാലത്ത് ചൈനയിൽ ഉണ്ടായിരുന്നത് രാജഭരണമായിരുന്നു. ആ രാജഭരണത്തിന്റെ ഏകാധിപത്യ പ്രവണതകളാണ് ചൈനീസ് വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. പിൽക്കാലത്ത് രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ നേതൃത്വത്തിൽ ഭരണം ഏറ്റെടുത്തെങ്കിലും അതും ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയി. അതുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ റഷ്യയുടെ സഹായത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നു? ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ജനകീയ വിപ്ലവം അരങ്ങേറുന്നു. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പറയേണ്ടത്. നോക്കാം. കൺഫ്യൂഷ്യസ് ആരാണ്? കൺഫ്യൂഷ്യസ് 10,000 തലമുറകളുടെ ഗുരുനാഥൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് കൺഫ്യൂഷ്യസ്. കൺഫ്യൂഷ്യസിന്റെ മതപ്രഭാഷണത്തെ അനുകരിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മയെ നമ്മൾ കൺഫ്യൂഷ്യനിസം എന്ന് വിളിക്കും. അഥവാ കൺഫ്യൂഷ്യനിസം എന്ന മതത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? കൺഫ്യൂഷ്യസ് ആണ്. ഇന്ത്യയില് വർദ്ധമാന മഹാവീരനെ പോലെ, അതായത് ഗൗതമ ബുദ്ധനെ പോലെ ചൈനയിലെ ആത്മീയ പണ്ഡിതനായിരുന്നു കൺഫ്യൂഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴും ചൈനീസ് ജനത അവരുടെ ആത്മീയ പിതാവായി കണക്കാക്കുന്നത് കൺഫ്യൂഷ്യസിനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഇവിടെ പരാമർശിക്കുക. 10,000 തലമുറകളുടെ ഗുരുനാഥൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് കൺഫ്യൂഷ്യസ്. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആണ് കൺഫ്യൂഷ്യനിസം എന്ന മതം ആയി കണക്കാക്കുക. ചൈനയിലെ രാജഭരണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജവംശം എന്ന് പറയുന്നത് മാഞ്ചു രാജവംശമാണ്. 1644 മുതൽ 1911 വരേക്കും 1644 മുതൽ 1911 വരേക്കും ചൈനയിൽ ഭരണം നടത്തിയത് മാഞ്ചു രാജവംശം തന്നെ. ഈ രാജവംശത്തിന്റെ കീഴില് രാജാക്കന്മാർ ചിലപ്പോൾ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരായിരിക്കാം. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ രാജഭരണം എന്ന് പറയുമ്പോൾ ഏത് രാജഭരണം തന്നെ? മാഞ്ചു രാജവംശം തന്നെ ഭരണം നടത്തി. വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവര്, വ്യത്യസ്ത വംശത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കട്ടെ. വിദേശ ഇടപെടലിനും വിദേശ ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച രാജവംശമായിരുന്നു മാഞ്ചു രാജവംശം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ അവരെന്തിനാ അങ്ങനെ ചെയ്തേ? നമ്മൾ വേറൊന്നും ചിന്തിക്കണ്ട. ഇന്ത്യയില് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാകാൻ കാരണവും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ തന്നെയല്ലേ. നാട്ടുരാജ്യങ്ങള് ബ്രിട്ടീഷ് ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിയിൽ പങ്കാളിയാകുന്നതിന് വേണ്ടിയിട്ടോ എന്ത് ചെയ്തിരുന്നു? വിദേശ ഇടപെടലിനും ബ്രിട്ടീഷ് ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നില്ലേ? അതുപോലെ തന്നെ ചൈനീസ് ഭരണാധികാരിയും അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക? ചൈനയില് ഒട്ടനവധി പാരമ്പര്യ ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തുക എന്നതായിരുന്നു പ്രധാനമായും യൂറോപ്യന്മാരുടെ ലക്ഷ്യം. അത് ബ്രിട്ടീഷുകാരായിക്കോട്ടെ, മറ്റ് യൂറോപ്യൻ ശക്തികളായിക്കോട്ടെ. അവര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാണിജ്യബന്ധം മെച്ചപ്പെടും എന്നതായിരുന്നു എന്തിന് കാരണമായി തീർന്നത്? മാഞ്ചു രാജവംശം ഇത് അംഗീകരിക്കുവാൻ, വിദേശാധിപത്യത്തിന് അംഗീകാരം നൽകുവാൻ കാരണമായത്. മാഞ്ചു രാജവംശത്തിന്റെ ഹിതമനുസരിച്ച് അത് നല്ല കാര്യമായിരുന്നു. അതുപോലെ തന്നെ മുന്നോട്ട് പോയി. പക്ഷെ അവിടെ പറ്റിക്കപ്പെട്ടത്, നമുക്ക് അങ്ങനെയാണെങ്കിൽ പറയാം, പറ്റിക്കപ്പെട്ടത് ആരായിരുന്നു? യൂറോപ്യന്മാരായിരുന്നു. ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ മറ്റ് ലോകത്തെ പല കോളനികളിലും യൂറോപ്യന്മാർ ചെയ്തത്, ബ്രിട്ടീഷുകാരായിക്കോട്ടെ, അത് ഫ്രഞ്ചുകാരായിക്കോട്ടെ, ഡച്ചുകാരായിക്കോട്ടെ, എന്താ ചെയ്തേ? അവര് കോളനികളിലെത്തി അവരുടെ ഉൽപ്പന്നങ്ങൾ കോളനികളിൽ വിറ്റഴിച്ചു. അതത് ഭൂപ്രദേശത്തെ പ്രാദേശികമായി ലഭിച്ചിരുന്ന അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്തു? യൂറോപ്പിൽ കൊണ്ടുപോയി
അവരുടെ വ്യവസായത്തിന് വേണ്ടി ഉപയോഗിച്ചു. അല്ലേ? അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇതിൽ ഒരു കാര്യം മാത്രമേ ചൈനയിൽ ആർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. യൂറോപ്യന്മാർക്ക്. എന്താണ്? ചൈനയിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റഴിക്കാൻ. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ കൊണ്ടുവന്നെങ്കിലും വിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവര് പതിയെ പ്ലാനങ്ങ് മാറ്റി. ഇനി യൂറോപ്യൻ സാധനങ്ങൾ ചൈനയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് മെച്ചപ്പെട്ട ലാഭത്തിലൊന്നും യൂറോപ്യന്മാർക്ക് വിറ്റഴിക്കാൻ കഴിഞ്ഞുമില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത ഐഡിയ ആയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ കറുപ്പ്, ഈ കറുപ്പെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മയക്കുമരുന്നിന് സമാനമായ ഉൽപ്പന്നമാണ്. ആ കറുപ്പ് ഇന്ത്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ചൈനയിലേക്ക് കൊണ്ടുപോയി പലപ്പോഴും ആദ്യ കാലഘട്ടത്തിൽ സൗജന്യമായി ചൈനീസ് ജനതയ്ക്ക് വിതരണം ചെയ്തു. ലഹരി പദാർത്ഥമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒട്ടനവധി ചൈനീസ് ജനത ഈ ലഹരി പദാർത്ഥം വാങ്ങിച്ച് ഉപയോഗിച്ചു. ഒരിക്കൽ ഉപയോഗിച്ചവർക്ക് വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കറുപ്പ് വ്യാപാരത്തിലൂടെയാണ് യൂറോപ്യന്മാർ ആദ്യമായിട്ട് ചൈനയിൽ വ്യാപാരം കണ്ടെത്തുക, അല്ലെങ്കിൽ ലാഭകരമായ വ്യാപാരം കണ്ടെത്തുക. അതുവരെ ചൈനയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നു, യൂറോപ്പിൽ കൊണ്ടുപോയി വിൽക്കുന്നു. നല്ല ലാഭമാണ്. പക്ഷേ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ പകരമായിട്ട് കണ്ടെത്തിയതായിരുന്നു എന്ത്? കറുപ്പ്. ഓക്കെ. ലഹരി പദാർത്ഥമാണ്. അപ്പൊ ഇത് ചൈനീസ് ജനതയുടെ ഇടയില് എന്ത് ചെയ്തു? കുറെ ആൾക്കാര് ലഹരിക്ക് അടിമപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ചുരുക്കം പേരെങ്കിലും അതിനെതിരെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരും അല്ലെ? അതായിരുന്നു യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ കോളനിവൽക്കരണത്തിനെതിരെ ചൈനീസ് ജനത നടത്തിയ ആദ്യ പ്രക്ഷോഭം. അപ്പോ വിദേശാധിപത്യത്തിനെതിരെയാണ് പ്രക്ഷോഭം നടത്തുക. ആ വിദേശാധിപത്യത്തിന് മൗനാനുവാദം നൽകിയത് ആരാ? മാഞ്ചു രാജവംശമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാഞ്ചു രാജവംശത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുവാനും ഈ വിപ്ലവം കാരണമായി. അപ്പൊ ഒരേ സമയം രാജഭരണത്തിനെതിരെയും അതോടൊപ്പം വിദേശാധിപത്യത്തിനെതിരെയും ആര് പോരാടുന്നു? ചൈനീസ് ജനത പോരാടുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കഥകൾ അടുത്ത സ്ലൈഡിലുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പൊ കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ആരാണ്? ഇന്ത്യയിലെ ഗൗതമ ബുദ്ധനെ പോലെ ചൈനയിലെ ആത്മീയ പിതാവാണ് ആരാ? കൺഫ്യൂഷ്യസ് എന്ന് പറയുക. അദ്ദേഹത്തിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? 10,000 തലമുറകളുടെ ഗുരുനാഥൻ എന്ന് വിളിക്കുന്നു. ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് മാഞ്ചു രാജവംശമായിരുന്നു. 1644 മുതൽ 1911 വരെ. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകളാണ് ആര് സ്വീകരിച്ചിരുന്നത്? മാഞ്ചു രാജവംശം സ്വീകരിച്ചിരുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെടുന്ന കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയമാണ് എന്ത്? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. അതായത് ഏതെങ്കിലും ഒരു പാശ്ചാത്യ ശക്തിക്ക് ചൈനയിൽ വ്യാപാര അനുമതി ലഭിച്ചാൽ ആ അനുമതിയിൽ മറ്റ് രാജ്യങ്ങളെ കൂടെ പങ്കാളികളാക്കുക. ഓക്കെ, മനസ്സിലായോ? അത് വ്യാപാരത്തിന്റെ കുത്തക ഒരു രാജ്യം ഏറ്റെടുക്കുന്നു എന്നല്ല, മറ്റ് രാജ്യങ്ങളെയും പങ്കാളിയാക്കുക എന്ന കാഴ്ചപ്പാട്. ഓക്കെ. അപ്പോ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങൾ: ഒന്ന്, കറുപ്പ് വ്യാപാരവും; രണ്ട്, തുറന്ന വാതിൽ നയവും. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ജോൺ ഹേയ്. ആരാണ്? ജോൺ ഹേയ്. ഓക്കെ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവൃത്തികളിലൂടെ ചൈനയിൽ വ്യാപാര ആധിപത്യം സ്ഥാപിക്കുവാൻ ഒരു പരിധിവരെ ആർക്ക് കഴിഞ്ഞു? ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും കഴിഞ്ഞു. ഓക്കെ. അപ്പൊ മറക്കരുത്, യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികളും ചൈനയിൽ സ്വീകരിച്ച നയങ്ങൾ രണ്ട് നയങ്ങളാണ്. ഒന്ന്, കറുപ്പ് വ്യാപാരം; രണ്ട്, തുറന്ന വാതിൽ നയം. അതോടുകൂടിയാണ് ചൈനയിലെ ആഭ്യന്തര കച്ചവടത്തിൽ ആര് പിടിമുറുക്കുന്നത്? യൂറോപ്യന്മാര് പിടിമുറുക്കുക. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ ഹേയുമാണ്. സെറ്റ് അല്ലേ? ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന പ്രധാന ഉൽപ്പന്നങ്ങളാണ് പട്ട്, തേയില, മൺപാത്രങ്ങൾ തുടങ്ങിയവ. കാരണം ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട പട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെടാ? ചൈനയിലാണ്. പാരമ്പര്യ വസ്തുവാണ് കേട്ടോ. പാരമ്പര്യ വസ്ത്രനിർമ്മാണമാണ് പട്ടുവസ്ത്രം എന്ന് പറയുക. BC 3000 ആണ്ടില് ചൈനീസ് സംസ്കാരമാണ് പട്ടുവസ്ത്രങ്ങൾ ആദ്യമായി കണ്ടെത്തുന്നതും പട്ടുവസ്ത്രം നിർമ്മിക്കുന്നതും. അതുകൊണ്ട് തന്നെ വളരെ ലോകപ്രസിദ്ധമാണ് ചൈനീസ് പട്ട് എന്ന് പറയുന്നത്. തേയില, മൺപാത്രങ്ങൾ തുടങ്ങിയവയും ആര് തന്നെയാണ് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്? ചൈന. ഇവിടെ ചൈന കയറ്റുമതി ചെയ്യുക എന്ന് പറയുമ്പോൾ ചൈനീസ് ഗവൺമെന്റ് അല്ലെങ്കിൽ ചൈനീസ് രാജാവെന്ന് വിചാരിക്കരുത്.
മറിച്ച് ആ കോളനിവൽക്കരണത്തിന് ഇറങ്ങിത്തിരിച്ച യൂറോപ്യൻ ശക്തിയും അമേരിക്കയുമാണ് ചൈനയിൽ നിന്ന് ഇത്തരം ഉൽപ്പന്നങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയി വിറ്റഴിക്കുന്നത്? യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റഴിക്കുക. അതിന്റെ ലാഭമൊത്തം ആർക്ക് തന്നെയാണ്? യൂറോപ്പിനും അമേരിക്കയ്ക്കും തന്നെയാണ്. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നമായിരുന്നു കറുപ്പെന്ന ലഹരി പദാർത്ഥം. ആദ്യകാലത്ത് വേറെ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇന്ത്യയിലെ തുണിത്തരങ്ങൾ ഇറക്കിയതുപോലെ ചൈനയിലും തുണിത്തരങ്ങൾ ഇറക്കി. അവർക്ക് ആ തുണിത്തരമൊന്നും വേണ്ട. കാരണം അതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ടതാണ് അവർ സ്വയം നിർമ്മിക്കുന്ന പട്ടുവസ്ത്രങ്ങൾ. അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ കഴിയാതായപ്പോ ചൈനീസ് ജനതയെ ലഹരിക്ക് അടിമയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യുന്നു? കറുപ്പെന്ന ലഹരി പദാർത്ഥം ഇറക്കുമതി ചെയ്യുന്നു. ഇതിനെതിരെ ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് പൊതുവായി കറുപ്പ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുക. കറുപ്പ് വ്യാപാരത്തിനെതിരെ ചൈനയിലെ സാധാരണക്കാരായ ജനങ്ങളും യൂറോപ്യൻ രാഷ്ട്രമായ ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കറുപ്പ് യുദ്ധങ്ങൾ. കറുപ്പ് യുദ്ധം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവയെ കറുപ്പ് യുദ്ധങ്ങൾ എന്ന് വിളിക്കുക. ക്ലിയർ ആണേ? അപ്പൊ ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെ? പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവ. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ഉൽപ്പന്നമാണ് കറുപ്പ് എന്ന ലഹരി പദാർത്ഥവും. ഓക്കെ, ഈ കറുപ്പ് എന്ന ലഹരി പദാർത്ഥത്തിനെതിരെ ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധങ്ങൾ പൊതുവായി എന്ത് പേരിൽ അറിയപ്പെട്ടു? കറുപ്പ് യുദ്ധം. എത്ര കറുപ്പ് യുദ്ധങ്ങളുണ്ട്? രണ്ട് കറുപ്പ് യുദ്ധങ്ങളുണ്ട്. ഓക്കെ, ഒന്നാം കറുപ്പ് യുദ്ധം 1839 മുതൽ 1842 വരെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കാൻഡൻ കറുപ്പ് പാർട്ടി എന്നാണ് അറിയപ്പെടുക. ഓക്കെ, എന്താണ് ഈ കാൻഡൻ കറുപ്പ് പാർട്ടി? ഞാൻ പറഞ്ഞു യൂറോപ്പിലെ പല രാജ്യങ്ങളും അമേരിക്കയും എന്ത് ചെയ്തിരുന്നു? ചൈനയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു. അല്ലെ? അതില് നമ്മുടെ ചൈനയിലെ ഗോങ്ഷു തുറമുഖത്തിലെ കുത്തക വ്യാപാരം ആര് സ്വന്തമാക്കി? ബ്രിട്ടൻ സ്വന്തമാക്കി. തുടർന്ന് ബ്രിട്ടന്റെ ഏകാധിപത്യമാണ് ഗാങ്ഷു തുറമുഖത്ത് നടക്കുക. അവർക്ക് ആവശ്യാനുസരണം അവർ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതിസന്ധിയാണ് ചൈനീസ് ജനത ബ്രിട്ടനെതിരെ ആഞ്ഞടിക്കാൻ കാരണമായത്. അപ്പോൾ പ്രധാന കാരണം എന്ന് പറയുന്നത് കാൻഡൻ കറുപ്പ് പാർട്ടി. മറക്കല്ലേ, കാൻഡൻ കറുപ്പ് പാർട്ടി. ബ്രിട്ടന്റെ ഗാങ്ഷു തുറമുഖത്തിലെ കുത്തക വ്യാപാര നയമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? എന്ത് പേരിൽ അറിയപ്പെടുക? കാൻഡൻ കറുപ്പ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുക. ആ കാലഘട്ടത്ത് ചൈനീസ് രാജവംശം കിങ് രാജവംശമായിരുന്നു. ഞാൻ നമ്മളോട് സൂചിപ്പിച്ചു 1644 തൊട്ട് 1911 വരെ ചൈനയിൽ ഭരണം നടത്തിയത് മാഞ്ചു രാജവംശമാണ്. മാഞ്ചു രാജവംശത്തിന് കീഴില് വ്യത്യസ്ത വംശത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവർ ഭരണം നടത്തുമ്പോൾ രാജാവിന്റെ സ്ഥാനപ്പേര് ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യപ്പെട്ടതാണ് കേട്ടോ ഇത് കിങ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആധികാരികമായി ഏത് രാജവംശം തന്നെയാണെന്ന് പറയാം? മാഞ്ചു രാജവംശം. അതിൽ തന്നെ കിങ് വംശജരാണ് ഭരണം നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോ ചൈനീസ് രാജവംശം എന്ന് പറയുന്നത് ഒന്നാം കറുപ്പ് യുദ്ധ കാലഘട്ടത്തിൽ കിങ് രാജവംശമായിരുന്നു. അത് കിങ് വംശത്തിലെ ഭരണാധികാരിയാണ് മാഞ്ചു രാജാവായി സ്ഥാനമേറ്റിരുന്നത്. ഓക്കെ, ഈ യുദ്ധത്തിൽ ചൈനയുടെ അധീനതയിലുണ്ടായിരുന്ന ഹോങ്കോങ് ഭൂപ്രദേശം, ഹോങ്കോങ് എന്ന് പറയുന്നത് വ്യാവസായിക പ്രാധാന്യമുള്ള ഭൂപ്രദേശം കൂടെയാണ് കേട്ടോ. ബ്രിട്ടൻ ഹോങ്കോങ് പിടിച്ചടക്കി. ഈ ഹോങ്കോങ് പിൽക്കാലത്ത് ചൈനയ്ക്ക് തിരികെ ലഭിച്ചു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിക്കുന്നത് ഏകദേശം 150ഓളം വർഷങ്ങൾക്ക് ശേഷമാണ്. എപ്പോഴ്? 1997. ഓക്കെ, അപ്പൊ ഒന്നാം കറുപ്പ് യുദ്ധ കാലഘട്ടത്താണ് ചൈനീസ് അധീനതയിലുണ്ടായിരുന്ന ഹോങ്കോങ് ഭൂപ്രദേശം ബ്രിട്ടൻ പിടിച്ചടക്കുന്നത്. ബ്രിട്ടൻ ചൈന എന്ന രാജ്യത്തിന് ഹോങ്കോങ് തിരികെ ഏൽപ്പിക്കുന്നത്, തിരികെ നൽകുന്നത് എപ്പോഴാണ്? 1997. മറക്കില്ലല്ലോ. അപ്പോ ഒന്നാം കറുപ്പ് യുദ്ധം ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം 1839 മുതൽ 1842 വരെ. പ്രധാന കാരണം എന്ന് പറയുന്നത് കാൻഡൻ കറുപ്പ് പാർട്ടി. ബ്രിട്ടനിലെ ഗോങ്ഷു തുറമുഖത്തിലെ ബ്രിട്ടന്റെ കുത്തക വ്യാപാര നയമാണ് കാൻഡൻ കറുപ്പ് പാർട്ടി എന്നറിയപ്പെടുക. ചൈനീസ് രാജവംശം അപ്പോൾ കിങ് വംശമായിരുന്നു. ബ്രിട്ടൻ ഹോങ്കോങ് പിടിച്ചടക്കി. ഈ ഹോങ്കോങ് നമ്മുടെ ചൈനയ്ക്ക് തിരികെ ലഭിക്കുന്നപ്പോഴാ 1997. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് നാൻജിങ് ഉടമ്പടി. PSC ചോദിച്ചിട്ട് മറക്കരുത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് നാൻജിങ് ഉടമ്പടി ഒപ്പുവെച്ചത് 1842. ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടൻ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടൻ വിജയിക്കുകയും ബ്രിട്ടന്റെ ആധിപത്യം തുടരുകയും ചെയ്യും. അപ്പോഴാണ് ചൈനയില് തൈപ്പിംഗ് കലാപം അരങ്ങേറുക. ചൈനയിലെ
തെയ്പിങ് കലാപം നടന്നത് 1850 മുതൽ 1864 വരെയുള്ള ഏകദേശം 15 വർഷക്കാലം നീണ്ടുനിന്നു. മാഞ്ചു രാജവംശം ബ്രിട്ടീഷ് ആധിപത്യത്തെ കണ്ണടച്ചുകൊണ്ട് അംഗീകരിക്കുന്ന, ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞാലും അതേപടി കേൾക്കുന്ന മാഞ്ചു രാജവംശത്തെ പുറത്താക്കുക എന്നതായിരുന്നു എന്തിന്റെ ലക്ഷ്യം? തൈപ്പിംഗ് കലാപത്തിന്റെ ലക്ഷ്യം. ഈ തൈപ്പിംഗ് കലാപത്തിന്റെ കാലഘട്ടത്താണ് രണ്ടാം കറുപ്പ് യുദ്ധം നടക്കുക കേട്ടോ. ഈ തൈപ്പിംഗ് കലാപ കാലഘട്ടത്താണ് രണ്ടാം കറുപ്പ് യുദ്ധം നടക്കുക. ഓക്കെ, അപ്പൊ തൈപ്പിംഗ് കലാപത്തിന്റെ നേതാവാരാ? ഹ്യുങ് സുജിൻ. ഹ്യുങ് സുജിൻ എന്താണ് ലക്ഷ്യം? മാഞ്ചു ഭരണത്തെ പുറത്താക്കിക്കൊണ്ട് മതാധിഷ്ഠിത രാജ്യം സ്ഥാപിക്കുക, തിയോക്രാറ്റിക് കൺട്രി സ്ഥാപിക്കുക, മതാധിഷ്ഠിത രാജ്യം സ്ഥാപിക്കുക. ഈ മതാധിഷ്ഠിത രാജ്യം എന്ന് പറയുമ്പോൾ ആരുടെ ആശയങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഹ്യുങ് സുജിൻ പറഞ്ഞത്? കൺഫ്യൂഷ്യസിന്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മത രാഷ്ട്രം സ്ഥാപിക്കുക. ഈ തൈപ്പിംഗ് കലാപമാണ് ജനങ്ങളെ വീണ്ടും ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ പരാജയ ഭീതി മറയ്ക്കുന്നത്. രണ്ടാം കറുപ്പ് യുദ്ധം അങ്ങനെ 1856 മുതൽ 60 വരെ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ രണ്ടാം കറുപ്പ് യുദ്ധം നടക്കുന്നത് തൈപ്പിംഗ് കലാപ കാലഘട്ടത്താണെന്ന് ഓർമ്മിക്കുക. രണ്ടാം കറുപ്പ് യുദ്ധം നടക്കുന്നത് എപ്പോഴാണ്? 1856 മുതൽ 60 വരെ. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാ? നാൻജിങ് ഉടമ്പടി. ഏത് വർഷം ഒപ്പുവെച്ചു? 1842. ആരാ വിജയിക്കുക ഒന്നാം കറുപ്പ് യുദ്ധത്തില്? ബ്രിട്ടൻ വിജയിച്ചു. അവരുടെ ഏകാധിപത്യം തുടരുകയും ചെയ്തു. അത് കണ്ണടച്ച് ആര് അംഗീകരിച്ചു? യെസ്, മാഞ്ചു രാജവംശം അംഗീകരിച്ചു. ആ മാഞ്ചു രാജവംശത്തിന്റെ പ്രവൃത്തിക്കെതിരെയുള്ള കലാപമായിരുന്നു, ആഭ്യന്തര കലാപമായിരുന്നു തൈപ്പിംഗ് കലാപം. 1850 മുതൽ 1864 വരെ. തൈപ്പിംഗ് കലാപത്തിന്റെ നേതാവ് ഹ്യുങ് സുജിൻ. ലക്ഷ്യം മാഞ്ചു ഭരണത്തെ പുറത്താക്കി മതാധിഷ്ഠിത രാജ്യം സ്ഥാപിക്കുക. ഈ തൈപ്പിംഗ് കലാപ കാലഘട്ടത്താണ് രണ്ടാം കറുപ്പ് യുദ്ധം നടക്കുക, 1856 മുതൽ 60 വരെ. അപ്പോഴും ആർക്ക് തന്നെയായിരുന്നു വിജയം? ബ്രിട്ടന്. കാരണം എന്താ? രാജ്യത്തിന്റെ ഭരണാധികാരി ആരെ അംഗീകരിക്കുകയാണ്? ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ അത് എളുപ്പമല്ലേ? സാധാരണക്കാര ജനങ്ങൾ എവിടെയാണ് ആയുധമുള്ളത്? എവിടെയാ സൈനിക ശക്തിയുള്ളത്? അല്ലെ? യെസ്. ഇനി ബോക്സർ കലാപത്തിലേക്ക് പോകാം. വീണ്ടും ചൈനയിലെ ജനങ്ങള് വീണ്ടും വരികയാണ്. ആർക്കെതിരെ? ബ്രിട്ടീഷ് യൂറോപ്യൻ ആധിപത്യത്തിനെതിരെയും ചൈനീസ് രാജവംശമായ മാഞ്ചു രാജവംശത്തിനെതിരെയും. അതായിരുന്നു പ്രസിദ്ധമായ ബോക്സർ കലാപം എന്നറിയപ്പെടുക. ചൈനയിലെ പരമ്പരാഗത ആയോധന കല എന്ന് വേണമെങ്കിൽ പറയാം ബോക്സർ. അതുകൊണ്ട് തന്നെ ആ ബോക്സിംഗിലെ മുഷ്ടിയായിരുന്നു ബോക്സർ കലാപത്തിന്റെ മുദ്ര. പാരമ്പര്യമായ ബോക്സർ എന്ന ആയോധന കലയുടെ സഹായത്താൽ അവര് ബ്രിട്ടീഷുകാരെയും മാഞ്ചു രാജവംശത്തിലെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെയും എതിർക്കാൻ ശ്രമിച്ചു. ഇതാണ് ബോക്സർ കലാപം. അപ്പൊ ബോക്സർ കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1899 മുതൽ 1901 വരെ. ബ്രിട്ടീഷ് ആധിപത്യത്തിനും മാഞ്ചു രാജവംശത്തിനുമെതിരെ ചൈനയിലെ രഹസ്യ സംഘടനകൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം രഹസ്യ വിപ്ലവ സംഘടനകളാണ് എന്ത് ചെയ്യുന്നത്? ബോക്സർ കലാപം നയിക്കുക. പലപ്പോഴും പാത്തും പതുങ്ങിയും അവര് ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു. മാഞ്ചു രാജവംശത്തിലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. മാഞ്ചു രാജവംശത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു. ബ്രിട്ടീഷ് കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു. ഇത്തരത്തില് വിപ്ലവ പ്രസ്ഥാനങ്ങളാണ്. മുദ്ര എന്തായിരുന്നു? ബോക്സർമാരുടെ മുഷ്ടി. തങ്ങളാണ് ഈ ഭൂപ്രദേശം ആക്രമിച്ചതെന്ന് അവരെ, അതായത് രാജാവിനെയും ബ്രിട്ടീഷുകാരെയും അറിയിക്കുന്നതിന് വേണ്ടി ബോക്സർമാരുടെ മുഷ്ടി, ആ ചിഹ്നം അവരെന്ത് ചെയ്തിരുന്നു? ഈ ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പതിപ്പിച്ചിരുന്നു. ഓക്കെ, തുടർന്ന് ബ്രിട്ടനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്പെയിനും അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള 8 വിദേശ രാഷ്ട്രങ്ങളുടെ സൈനിക ബലത്തോടുകൂടി ചൈനീസ് ജനതയുടെ ഈ ബോക്സർ കലാപം അടിച്ചമർത്തുകയാണ്. 8 വിദേശ രാഷ്ട്രങ്ങളിൽ പ്രധാനമായും ആരാണ്? ബ്രിട്ടനും അമേരിക്കയാണ്. എല്ലാ രാഷ്ട്രങ്ങളുടെ പേരും പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ 8 എന്ന നമ്പർ പഠിച്ചുറപ്പിച്ചാൽ മതി. 8 വിദേശ രാഷ്ട്രങ്ങളുടെ സംയുക്ത സൈന്യം ചേർന്ന് അടിച്ചമർത്തിയ ചൈനയിലെ കലാപം ഏതാണ്? ബോക്സർ കലാപം. ബോക്സർ കലാപത്തിന്റെ കാലഘട്ടം 1899 മുതൽ 1901 വരെ. നമ്മൾ തൊട്ടുമുമ്പ് മറ്റൊരു കലാപം കടിച്ചു അല്ലെ? തൈപ്പിംഗ് കലാപം അല്ലെ? തൈപ്പിംഗ് കലാപം ഏത് തൊട്ട് ഏതുവരെയാ? 1850 തൊട്ട് 1864 വരെ. ഇവിടെ ബോക്സർ കലാപം അതിശക്തമായിരുന്നു. അതുകൊണ്ടല്ലേ 8 യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് ഒരുമിച്ച് സൈനികരെ രൂപീകരിക്കുകയും ഈ ബോക്സർ കലാപത്തെ അടിച്ചമർത്തുകയും ചെയ്യുക. എങ്കിലും ചൈനീസ് ജനതയുടെ പോരാട്ട വീര്യം അവിടെ അവസാനിച്ചില്ല. അവര് അതിശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറായി. അതാണ് എന്തിന് കാരണമായി തീർന്നത്?
യെസ്, ചൈനീസ് വിപ്ലവത്തിലേക്ക് മാഞ്ചു രാജവംശത്തിന്റെ സ്ഥാനത്തകർച്ചയ്ക്ക് കാരണമായത്. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു സന്യാട്സൻ. സന്യാട്സൻ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച ആശയങ്ങളായിരുന്നു ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ചൈനീസ് റവല്യൂഷണറി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് സന്യാട്സനായിരുന്നു. ഓക്കെ, ചൈനീസ് റവല്യൂഷണറി ലീഗ് സ്ഥാപിച്ചത് സന്യാട്സനായിരുന്നു. കൂടാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായ കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകൻ. ഈ കുമിന്താങ് പാർട്ടിയാണ് പിൽക്കാലത്ത് എന്ത് പേരിൽ അറിയപ്പെടുക? നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുക. ഈ നാഷണൽ പീപ്പിൾസ് പാർട്ടി അഥവാ കുമിന്താങ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി അഥവാ കുമിന്താങ് പാർട്ടി ആദ്യ കാലഘട്ടത്ത് ഒരു സാമൂഹിക പരിഷ്കരണ സംഘടനയായിരുന്നു. സാമൂഹിക പരിഷ്കരണം എന്ന പ്രവൃത്തി ചെയ്തിരുന്ന സമയത്ത് ഈ സംഘടന, അതായത് നാഷണൽ പീപ്പിൾസ് പാർട്ടി അഥവാ കുമിന്താങ് പാർട്ടി അറിയപ്പെട്ടത് ചൈന പുനരുജ്ജീവന സംഘം എന്നായിരുന്നു. ഓക്കെ, അപ്പൊ ചൈന പുനരുജ്ജീവന സംഘം എന്നറിയപ്പെട്ട ചൈന പുനരുജ്ജീവന സംഘം എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കരണ സംഘടനയാണ് ചൈനയുടെ രാജഭരണത്തിനെതിരെ വിപ്ലവം നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്തായി പുനഃസംഘടിപ്പിക്കുന്നത്? നാഷണൽ പീപ്പിൾസ് പാർട്ടി അഥവാ കുമിന്താങ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട്. ഓക്കെ, അപ്പോൾ സന്യാട്സൻ ഒരു വിപ്ലവ പ്രസ്ഥാനം ആരംഭിച്ചു, വിപ്ലവ സംഘടന ആരംഭിച്ചു. അതിന്റെ പേരാണ് ചൈനീസ് റവല്യൂഷണറി ലീഗ്. കുമിന്താങ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. കുമിന്താങ് പാർട്ടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താ? നാഷണൽ പീപ്പിൾസ് പാർട്ടി. കുമിന്താങ് പാർട്ടി അഥവാ നാഷണൽ പീപ്പിൾസ് പാർട്ടി ആദ്യ കാലഘട്ടത്തിൽ ഒരു സാമൂഹിക പരിഷ്കരണ സംഘടനയായിരുന്നു. ആ സമയത്ത് അത് അറിയപ്പെട്ടത് ചൈന പുനരുജ്ജീവന സംഘം എന്നായിരുന്നു. ചൈനീസ് ജനതയുടെ ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ചൈനീസ് ജനതയുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സാമൂഹിക പരിഷ്കരണ സംഘടന. ആദ്യകാലത്ത് സാമൂഹിക പരിഷ്കരണമാണ് പ്രധാന ലക്ഷ്യമെങ്കിലും പിൽക്കാലത്ത് രാജഭരണത്തെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ മാറ്റപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവം നടക്കുന്നത് 1911 സന്യാട്സന്റെ നേതൃത്വത്തിൽ. സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകുക. അതുകൊണ്ട് 1911 ചൈനീസ് വിപ്ലവത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ജനകീയ വിപ്ലവം എന്ന് വിളിക്കുന്നു. സന്യാട്സൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് മാഞ്ചു രാജവംശത്തിനെതിരെ അതിശക്തമായി വിപ്ലവം നയിക്കുക. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുക? ജനകീയ വിപ്ലവം. ജനകീയ വിപ്ലവത്തിന്റെ നേതാവ് ആരാ? സന്യാട്സനാണ്. മാഞ്ചു രാജവാഴ്ചയ്ക്ക് അവസാനം കുറിക്കപ്പെട്ട യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ വിപ്ലവമായിരുന്നു 1911 ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവം നടക്കുന്ന സമയത്ത് ചൈനീസ് രാജാവ് എന്ന് പറയുന്നത് മാഞ്ചു രാജവംശത്തിലെ ആരായിരുന്നു? ഹുയി എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു. ഓക്കെ, ആരാണ്? ഹുയി രാജാവ്. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ചൈനീസ് വിപ്ലവം ഏത് വർഷമാണ്? 1911. വിശേഷണം ജനകീയ വിപ്ലവം. എന്തുകൊണ്ടാണ് ജനകീയ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്? സന്യാട്സന്റെ നേതൃത്വത്തിൽ ചൈനയിലെ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. നേതാവ് ആര് തന്നെ? സന്യാട്സൻ തന്നെ. മാഞ്ചു രാജവംശയ്ക്ക് അവസാനം കുറിക്കപ്പെട്ട യുദ്ധമായിരുന്നു ചൈനീസ് വിപ്ലവം. അപ്പോഴത്തെ രാജാവ് മാഞ്ചു രാജവംശത്തിലെ പുയി രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും തുടർന്ന് ആരുടെ നേതൃത്വത്തിൽ? നമ്മുടെ യെസ്, സന്യാട്സന്റെ നേതൃത്വത്തിൽ എന്താരംഭിക്കുകയും ചെയ്തു? ചൈനയില് ഒരു റിപ്പബ്ലിക്കൻ ഭരണകൂടം നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ പുയി രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും 1912 ജനുവരി മാസം 1 തീയതി 1912 ജനുവരി മാസം 1 തീയതി സന്യാട്സൻ ചെയർമാനായിക്കൊണ്ട് ചൈനീസ് റിപ്പബ്ലിക്കൻ ഭരണകൂടം നിലവിൽ വന്നു. ചൈനീസ് റിപ്പബ്ലിക്കൻ ഭരണകൂടം നിലവിൽ വന്നു. ഓക്കെ, അപ്പോ ഈ വിപ്ലവം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജനകീയ വിപ്ലവം. ആ ജനകീയ വിപ്ലവത്തെ തുടർന്ന് എന്ത് റിപ്പബ്ലിക്കാ വരിക? ചൈനീസ് റിപ്പബ്ലിക്കാണ് രൂപീകരിക്കുക. ഞാനത് എടുത്തു പറയാൻ കാരണം 1949 ഇനിയൊരു വിപ്ലവം പഠിക്കാനുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അതറിയപ്പെടുന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്നാണ്. ആ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വരുന്നത് ചൈനയിലെ ജനകീയ റിപ്പബ്ലിക്കാണ്. ചൈനയിലെ ജനകീയ റിപ്പബ്ലിക്കാണ് രൂപീകരിക്കപ്പെടുക. ഓക്കെ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഇന്നും അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ചൈനയിലെ ജനകീയ റിപ്പബ്ലിക്. അപ്പൊ ജനകീയ വിപ്ലവം നടന്നത് 1911 സന്യാട്സന്റെ നേതൃത്വത്തിൽ. അത് പ്രകാരം രൂപീകരിക്കപ്പെട്ട ഭരണകൂടം എന്ത് പേരിൽ അറിയപ്പെട്ടു?
ചൈനീസ് റിപ്പബ്ലിക്കൻ ഭരണകൂടം എന്നറിയപ്പെട്ടു. എന്നാൽ രൂപീകരിക്കുക 1912 ജനുവരി മാസം 1-ാം തീയതി. ആ ചൈനീസ് റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് സന്യാട്സനുമായിരുന്നു. തുടർന്ന് 1912 സന്യാട്സൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചു. അതായത് ചൈനയിലെ അദ്ദേഹം ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി, നമ്മൾ പറഞ്ഞു കുമിന്താങ് പാർട്ടി, കുമിന്താങ് പാർട്ടിയുടെ മേലധികാരിയായിട്ട് അദ്ദേഹം സേവനം ചെയ്യുന്നു. അദ്ദേഹത്തിന് പകരം 1912 യുവാൻ ഷിക്കായ് ചൈനീസ് പ്രസിഡന്റായിട്ട് മാറി. യുവാൻ ഷിക്കായ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി. തുടർന്ന് യുവാൻ ഷിക്കായ് ഏകദേശം 1921 വരെ ഭരണം നടത്തി. ചുരുക്കി പറഞ്ഞാല് 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് യുവാൻ ഷിക്കായ് എന്ന ചൈനീസ് പ്രസിഡന്റാണ് ചൈനയെ 1-ാം ലോക മഹായുദ്ധത്തിൽ നയിക്കുക. തുടർന്ന് യുവാൻ ഷിക്കായ്ക്കെതിരെ ജനങ്ങൾ അതിശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. അങ്ങനെ യുവാൻ ഷിക്കായ്ക്ക് ശേഷം 1921 ആര് വീണ്ടും പ്രസിഡന്റായി? സന്യാട്സൻ വീണ്ടും പ്രസിഡന്റായി. 1925 സന്യാട്സൻ വാർദ്ധക്യ സഹജമായ അസുഖം കാരണം മരിച്ചുപോയി. മരിച്ചതിനെ തുടർന്ന് അധികാരത്തിൽ വരുന്നത് ചിയാങ് കൈഷക്. ഓക്കെ, ചിയാങ് കൈഷക്. ചിയാങ് കൈഷക് അധികാരത്തിൽ വന്നപ്പോ സന്യാട്സൻ ആദ്യം വിപ്ലവം നയിച്ച സമയത്ത് ജനങ്ങൾക്ക് ഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് വിപ്ലവം ആരംഭിച്ചത്. അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ജനങ്ങളുടെ കാര്യങ്ങൾ, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിലൊന്നും തൽപരനായിരുന്നില്ല. അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചു. ആ സമയത്ത് നമ്മുടെ സന്യാട്സിന് പകരം യുവാൻ ഷിക്കായ് വരുന്നു. അദ്ദേഹം ഏകാധിപത്യപരമായ ഭരണത്തിനാണ് നേതൃത്വം നൽകുക. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനൊന്നും പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് വിരോധമുണ്ട്. അങ്ങനെ 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ആ വിരോധം കുറച്ചുകൂടെ കൂടി. അത് കഴിഞ്ഞിട്ട് യുവാൻ ഷിക്കായ്ക്ക് ശേഷം സന്യാട്സൻ അധികാരത്തിൽ വരുന്നു. സന്യാട്സനും ഏകാധിപത്യപരമായ പ്രവൃത്തി തന്നെ തുടർന്നു. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും പരിഗണിച്ചില്ല. സന്യാട്സന്റെ മരണശേഷം ചിയാങ് കൈഷക് അധികാരമേറ്റെടുത്തു. പക്ഷേ ഇവരെക്കാളൊക്കെ കുറച്ച് ഏകാധിപത്യ പ്രവണത കൂടിയ വ്യക്തിയായിരുന്നു ചിയാങ് കൈഷക്. ചിയാങ് കൈഷക് സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. എന്ന് പറഞ്ഞാല് രാഷ്ട്രത്തിനെതിരെ ചെയർമാനെതിരെ, അതായത് റിപ്പബ്ലിക്കിന്റെ ചെയർമാൻ അഥവാ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ സൈനികപരമായി അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യം സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു ചിയാങ് കൈഷക്. ചിയാങ് കൈഷക് സൈനികപരമായി ശത്രുക്കളെ അടിച്ചമർത്തുന്ന നയമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയുന്നേ 1925 സന്യാട്സന് ശേഷം, സന്യാട്സന്റെ മരണശേഷം അധികാരത്തിൽ വന്ന ചിയാങ് കൈഷക് സൈനിക ഏകാധിപത്യ ഭരണത്തിനാണ് തുടക്കം കുറിച്ചത്. ഓക്കെ, അപ്പോ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു? യെസ്, ചൈനയില് ജനകീയ വിപ്ലവം നടന്നത് 1911. ആ ജനകീയ വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ചൈനീസ് റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുക. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന റിപ്പബ്ലിക്കിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ചൈനീസ് ജനകീയ റിപ്പബ്ലിക് എന്ന് വിളിക്കും. ആ ഒരു കാര്യം മാത്രമാണ് PSC ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റുന്നത്. നിങ്ങൾ തെറ്റിക്കരുത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ഓക്കെ, ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ഗുഡ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ചൈനയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു അല്ലെ? ചൈനയില് യൂറോപ്പിന് ആധിപത്യത്തിനെതിരെയുള്ള പ്രത്യക്ഷ സമരങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ചൈനയിലെ മാഞ്ചു രാജവംശത്തിനെതിരെയുള്ള പ്രതിഷേധമായ ചൈനീസ് വിപ്ലവം 1911. ഒന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. യെസ്, കൺഫ്യൂഷ്യസ്. 10,000 തലമുറകളുടെ ഗുരുനാഥൻ എന്നറിയപ്പെടുന്നത് കൺഫ്യൂഷ്യസ് ആണ്. ചൈനീസ് ബുദ്ധൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇന്ത്യയിൽ ബുദ്ധൻ പ്രവർത്തിച്ചിരുന്ന അതേ കാലഘട്ടത്താണ് ഇദ്ദേഹം പ്രവർത്തിക്കുക. അതുകൊണ്ട് ഇദ്ദേഹത്തെ എന്ത് വിളിക്കാറുണ്ട്? ചൈനീസ് ബുദ്ധൻ എന്ന് വിളിക്കാറുണ്ട്. ചൈനീസ് ബുദ്ധൻ. ഓക്കെ, ചൈനയില് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജവംശമായിരുന്നു മാഞ്ചു രാജവംശം. 1644 മുതൽ 1911 വരെയുള്ള കാലഘട്ടം. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച രാജവംശമായിരുന്നു മാഞ്ചു രാജവംശം. അത് തന്നെയാണ് പിൽക്കാലത്ത് മാഞ്ചു രാജവംശത്തിനെതിരെ ജനങ്ങളുടെ ഇത്രയധികം പ്രക്ഷോഭങ്ങൾക്ക് കാരണമായത്. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ജോൺ ഹേയ് ആണ്. ആരാണ്? ജോൺ ഹേയ്. ഓക്കെ അല്ലെ? ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്, അതായത് ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ മാഞ്ചു രാജവംശത്തിന്റെ അനുമതിയോടുകൂടി. എന്തൊക്കെ? പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവ. അതുകൊണ്ട് ഈ കച്ചവടത്തിൽ നിന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടനും അമേരിക്കയ്ക്കും ലാഭം കിട്ടി.
പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ആരാ? ബ്രിട്ടനാ. പക്ഷേ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ചൈനയിൽ വിറ്റഴിക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ ചൈനീസ് ജനതയെ അടിമയാക്കുക, അവരുടെ അവകാശങ്ങൾ അവർ തന്നെ ചോദിക്കാതെ രീതിയിൽ അവരെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷ് വ്യാപാരികൾ അഥവാ ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ലഹരി പദാർത്ഥമായിരുന്നു കറുപ്പെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ പേര് സൗജന്യമായി കിട്ടിയതുകൊണ്ട് ഒരുപാട് പേര് കറുപ്പ് ഉപയോഗിച്ചു. കറുപ്പെന്ന ലഹരിക്ക് അടിമയായിട്ട് മാറി. അപ്പോ ചുരുക്കം ചിലരെങ്കിലും കറുപ്പ് ഉപയോഗിക്കാത്തവരുണ്ടാവുമല്ലോ. അവരുടെ നേതൃത്വത്തില് തങ്ങളുടെ ജനതയെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? യെസ്, സ്വാഭാവികമായിട്ടും പ്രതിഷേധം ആരംഭിച്ചു. ഇതാണ് കറുപ്പ് യുദ്ധങ്ങളിലേക്ക് നയിക്കുക. ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കറുപ്പ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുക. ഒന്നാം കറുപ്പ് യുദ്ധം 1839 മുതൽ 1842 വരെ. പ്രധാന കാരണമെന്ന് പറയുന്നത് കാന്റൺ കറുപ്പ് പാർട്ടി. ബ്രിട്ടൻ ഗോങ്ഷു തുറമുഖത്തിലെ കുത്തക വ്യാപാര നയം. ചൈനീസ് ഉൽപ്പന്നങ്ങൾ പലപ്പോഴും അവര് കുറഞ്ഞ തുകയ്ക്കാണ് ജനങ്ങൾ ഏറ്റെടുത്തിരുന്നത്. കറുപ്പ് ആദ്യം സൗജന്യമായി വിതരണം ചെയ്തെങ്കിലും കറുപ്പ് കൂടിയ തുകയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അല്ലേ? കറുപ്പ് പെട്ടെന്നൊരു ദിവസം നിർത്താൻ പറ്റില്ല. ലഹരി പദാർത്ഥമല്ലേ? അങ്ങനെ ജനങ്ങൾ ആവശ്യം അംഗീകരിക്കാതെ വൻ തുക തന്നാൽ മാത്രമേ കറുപ്പ് നൽകുന്ന രീതിയിലേക്ക് വരുന്നു. മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കോ അമേരിക്കയ്ക്കോ ഗാങ്ഷു തുറമുഖത്തിൽ ആധിപത്യം അനുവദിച്ചുമില്ല. ഈ ഒരു ഏകാധിപത്യ കുത്തക വ്യാപാര നയത്തെയാണ് കാന്റൺ കറുപ്പ് പാർട്ടി എന്ന് വിളിക്കുക. ഇക്കാലയളവില് ചൈനീസ് രാജവംശം എന്ന് പറയുന്ന കിങ് രാജവംശമായിരുന്നു. ഈ ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ചൈനയുടെ ഏറ്റവും വ്യാവസായിക പ്രാധാന്യമുള്ള ഹോങ്കോങ് എന്ന ഭൂപ്രദേശം ബ്രിട്ടൻ പിടിച്ചടക്കി. ഈ ഹോങ്കോങ് ചൈനയ്ക്ക് തിരികെ ലഭിക്കുന്നത് ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷമാണ് 1997. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് നാൻജിങ് ഉടമ്പടി. വർഷം ഇമ്പോർട്ടന്റ് ആണ്. ആ ഉടമ്പടിയുടെ പേരും ഇമ്പോർട്ടന്റ് ആണ്. നാൻജിങ് ഉടമ്പടി. ഇത് വർഷം 1842. ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ആധികാരികമായി തന്നെ ബ്രിട്ടൻ വിജയിച്ചു. ബ്രിട്ടന്റെ കുത്തക വ്യാപാരം തുടരുകയും ചെയ്തു. ചൈനയിലെ തെയ്പിങ് കലാപം അരങ്ങേറിയത് 1850 മുതൽ 1864 വരെ ഏകദേശം 15 വർഷക്കാലം നീണ്ടുനിന്നു. അതിന്റെ നേതാവെന്ന് പറയുന്നത് ഹ്യുങ് സുജിനായിരുന്നു. ലക്ഷ്യം മാഞ്ചു രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് കൺഫ്യൂഷ്യസ് തുടക്കം കുറിച്ച കൺഫ്യൂഷ്യസിന്റെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന മതാധിഷ്ഠിത രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു. ഈ തെയ്പിങ് കലാപ കാലഘട്ടത്താണ് ബ്രിട്ടനെതിരെ രണ്ടാം കറുപ്പ് യുദ്ധം നടക്കുക 1856 മുതൽ 60 വരെ. അപ്പോഴും സാധാരണക്കാരായ ജനങ്ങള് അടിച്ചമർത്തപ്പെട്ടു. വീണ്ടും അവര് ശക്തി ക്ഷയിച്ചു പോകുന്നില്ല. വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് അല്ലെ? അതാണ് ബോക്സർ കലാപം. 1899 മുതൽ 1901 വരെ വൈദേശിക ആധിപത്യത്തിനെതിരെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയും മാഞ്ചു രാജവംശത്തിനെതിരെയും ചൈനയില് രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. ആ രഹസ്യ വിപ്ലവ സംഘടനകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ചൈനയില് ആധിപത്യം സ്ഥാപിച്ചിരുന്ന ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്കെതിരെയും മാഞ്ചു രാജവംശത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങൾക്കെതിരെയും അനിയന്ത്രിതമായി ആക്രമണം അഴിച്ചുവിട്ടു. ആക്രമണം നടത്തിയതിനു ശേഷം തങ്ങളാണ് ചെയ്തത് എന്ന് മറ്റുള്ളവരെ അറിയിക്കാം. അത് ബ്രിട്ടീഷുകാരെയും മാഞ്ചു രാജവംശത്തെ അറിയിക്കുവാൻ അവരുടെ മുദ്ര ബോക്സർമാരുടെ മുഷ്ടിയ എന്ന മുദ്ര അവിടെ അടയാളപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അതിന് ബോക്സർ കലാപം എന്ന് വിളിക്കുന്നത്. ഒടുവിൽ ബ്രിട്ടൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സഹായത്തോടു കൂടി സംയുക്ത സൈന്യം ചേർന്ന് ഈ ചൈനയിലെ സാധാരണക്കാരായ ജനങ്ങൾ നയിച്ച ബോക്സർ കലാപം അടിച്ചമർത്തി. അതിന്റെ അർത്ഥം അത്രയും ശക്തമായിരുന്നു ബോക്സർ കലാപം എന്നതാണ്. അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും വീണ്ടും അവിടെ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിരാശരാകുന്നില്ല. വീണ്ടും അവര് വിപ്ലവം നയിക്കുകയാണ് അല്ലെ? ആ വിപ്ലവത്തിന് അവരെ പ്രേരിപ്പിച്ച, പ്രചോദിപ്പിച്ച ചിന്തകനായിരുന്നു സൺ യാറ്റ്സൻ. ആദ്യ കാലഘട്ടത്ത് സാമൂഹിക പരിഷ്കർത്താവെന്ന രീതിയിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സൺ യാറ്റ്സൻ. അദ്ദേഹം ആരംഭിച്ച ആ സാമൂഹിക പരിഷ്കരണ സംഘടനയായിരുന്നു ചൈന പുനരുജ്ജീവന സംഘം. അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു എന്തൊക്കെ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയുണ്ടെങ്കിൽ ആ രാജ്യം ഈ ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ക്ഷേമരാഷ്ട്രമായി മാറും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. പക്ഷേ അദ്ദേഹത്തിന് അധികാരം കിട്ടിയപ്പോ ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ അദ്ദേഹം മറന്നു. ദേശീയത എന്ന കാഴ്ചപ്പാട് മുറുകെ പിടിച്ചു വംശീയാധിപത്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ജനാധിപത്യം, സോഷ്യലിസം എന്ന ആശയങ്ങൾ പാടെ മറന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് പിന്നീട് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ. ചൈനീസ് റവല്യൂഷണറി ലീഗ് എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ സൺ യാറ്റ്സൻ തന്നെ. കുമിന്താങ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു. കുമിന്താങ് പാർട്ടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി. കുമിന്താങ് പാർട്ടി അഥവാ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ ആദ്യ പേര് സാമൂഹിക പരിഷ്കരണ സംഘടനയായിരുന്നപ്പോഴുള്ള പേര് ചൈന പുനരുജ്ജീവന സംഘം എന്നായിരുന്നു. ചൈനീസ് വിപ്ലവം 1911. ചൈനയില്
1911-ലുണ്ടായ വിപ്ലവം സാധാരണക്കാരായ ജനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് അതിനെ ജനകീയ വിപ്ലവം എന്ന് വിളിക്കുന്നു. അതിന്റെ നേതാവെന്ന് പറയുന്നത് സണ്ണി യാട്സൺ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് വിപ്ലവം നയിക്കുക. അതുകൊണ്ടാണ് അതിനെ ജനകീയ വിപ്ലവം എന്ന് വിളിക്കുക. മാഞ്ചു രാജവംശയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് ആ സമയത്തെ മാഞ്ചു ഭരണാധികാരിയെ പുയിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു. തുടർന്ന് അധികാരം ആരേറ്റെടുത്തു? സണ്ണി യാട്സൺ ഏറ്റെടുത്തു. 1912 ജനുവരി മാസം 1-ാം തീയതി ചൈനയില് റിപ്പബ്ലിക്കൻ ഭരണകൂടം സ്ഥാപിച്ചു. അതിന്റെ പേര് ചൈനീസ് റിപ്പബ്ലിക്. അപ്പൊ ചൈനീസ് റിപ്പബ്ലിക് തുടക്കം കുറിക്കുന്നത് 1912 ജനുവരി മാസം 1-ാം തീയതി. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? സണ്ണി യാട്സൺ തന്നെ. സണ്ണി യാട്സൺ തുടർന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ അധികാരം ഏറ്റെടുക്കുന്നു. സണ്ണി യാട്സന് ശേഷം 1912-ൽ യുവാൻ ഷിക്കായ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറി. യുവാൻ ഷിക്കായ് ഏകാധിപത്യ ഭരണമാണ് കാഴ്ചവെച്ചത്. ഏകാധിപത്യ ചിന്തകളിലൂടെ അദ്ദേഹം തുടർന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ചൈന ഏർപ്പെടുവാൻ കാരണവും ആര് തന്നെ? യുവാൻ ഷിക്കായ് തന്നെയായിരുന്നു. 1921-ല് സണ്ണി യാട്സൺ പ്രസിഡന്റായി. 1925-ൽ സണ്ണി യാട്സൺ മരിച്ചതിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ചിയാങ് കൈഷക്. ശത്രുക്കളെ തനിക്കെതിരെ ആശയപരമായി ചിന്തിക്കുന്നവരെയോ പ്രവർത്തിക്കുന്നവരെയോ നിഷ്കരണം കൊന്നുതള്ളുകയാണ് ചിയാങ് കൈഷക് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ പറയും ചിയാങ് കൈഷക് സൈനിക ഏകാധിപത്യ ഭരണത്തിനാണ് തുടക്കം കുറിക്കുക. അതുകൊണ്ട് വിപ്ലവകരമായ ആശയങ്ങളും തീവ്രവാദ ആശയങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിരുന്ന ജനങ്ങള് അവിടെ പിന്തിരിയുകയാണ്. അങ്ങനെയാണ് അവിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരില് നാമധേയത്തില് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ ആരംഭിക്കുക? വിപ്ലവ സൈന്യം രൂപീകരിക്കുക. ആ സൈന്യമാണ് ഒടുവിൽ ചിയാങ് കൈഷക്കിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സില് പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോ മറക്കരുത്, 1911-ല് സണ്ണി യാട്സൺ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാൻ അഥവാ പ്രസിഡന്റായി. 1912-ൽ യുവാൻ ഷിക്കായ്ക്ക് ശേഷം 1921-ൽ വീണ്ടും സണ്ണി യാട്സൺ പ്രസിഡന്റായി. 1925-ൽ സണ്ണി യാട്സന്റെ മരണശേഷം അധികാരത്തിൽ വന്നത് ചിയാങ് കൈഷക്കാണ്. ചിയാങ് കൈഷക്ക് സൈനിക ഏകാധിപത്യ ഭരണത്തിനാണ് തുടക്കം കുറിക്കപ്പെടുന്നത്. അതാണ് ചൈനയിൽ മറ്റൊരു വിപ്ലവം ഉണ്ടാകാൻ കാരണമായത്. ഓക്കെ. ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുന്നു. ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി ചൈനയുടെ രണ്ടാം ഘട്ട വിപ്ലവം അടുത്ത ക്ലാസ്സിൽ പഠിച്ചു.